മിടുക്കികളെ എല്ലാവർക്കും സൈനോട്ട് കേരള നീറ്റ് യു ജി കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് സീറ്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നതാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിനെ പറ്റി. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റിലും ഇന്ത്യയിലും ഉള്ള എല്ലാ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലും 15% സീറ്റുണ്ട് കേട്ടോ. ആ 15% സീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ 15% സീറ്റ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കോട്ടയിലെ MBBS BDSൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ എടുക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളതാണ് ഓപ്പൺ സീറ്റ്സ്. ഓപ്പൺ സീറ്റ്സ് എന്ന് പറയുന്നത് എയിംസ് ഓപ്പൺ സീറ്റ് കോട്ടയുണ്ട്, ജിപ്മർ ഓപ്പൺ സീറ്റ് കോട്ടയുണ്ട്, അലിഗ്രാം മുസ്ലിം ഓപ്പൺ സീറ്റ് കോട്ടയുണ്ട്, BHU എന്ന് പറയുന്ന നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സീറ്റ് കോട്ട. അതായത് ഇതിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. AMUവിന് ഒക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ ഞാനിനി പറഞ്ഞു തരാം. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് DU എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോളേജസ് ഏതൊക്കെയെന്ന് അറിയാമോ? നമ്മുടെ MAMC ഇല്ലേ, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, ലേഡി ഹാൻഡ്രിങ് മെഡിക്കൽ കോളേജ്, അതൊക്കെയാണ് വരുന്നത്. ഈ MMAC എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജാണ് കേട്ടോ. അവിടെ ഒത്തിരി കേസസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ പാസ് ഔട്ടായി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓസം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത്ര ബെസ്റ്റ് ടോപ്പ് മെഡിക്കൽ കോളേജാണ് കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഫോർ IP യൂണിവേഴ്സിറ്റി. IP യൂണിവേഴ്സിറ്റിയിലും 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുണ്ട്. ഓൾ ഇന്ത്യ കോട്ട സീറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, ഓപ്പൺ സീറ്റ് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ IP യൂണിവേഴ്സിറ്റി സീറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ IP യൂണിവേഴ്സിറ്റി ഏതാണെന്ന് മനസ്സിലാക്കണ്ടേ. അതാണ് നമ്മുടെ VMMCയും ABVMS പോലുള്ള മെഡിക്കൽ കോളേജ്. അടുത്ത നമ്മൾ പിന്നെ ESI ഡെന്റൽ കോളേജും വരും. അടുത്ത നമ്മൾ നോക്കുന്നതാണ് 15% ഓൾ ഇന്ത്യ കോട്ട ഫോർ ESI എന്നുള്ളവർക്ക് 15% സീറ്റ്സ് ഉണ്ട് ESI കോളേജിൽ നിന്ന്. അതിലെന്ന് പറയുമ്പോൾ ഒരു 11ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പങ്കെടുക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി മനസ്സിലാക്കി തരാം കേട്ടോ. പിന്നെ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റാണ്. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഒരു ഏകദേശം 8900ഓളം സീറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ളതെന്നൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം 399ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കിയാലോ, ഏതാ? BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നോക്കിക്കേ 100% MBBS BDS സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ എയിംസിലും 100% MBBS BDS സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ 7 OCA ഒഴികെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി മനസ്സിലാക്കാം കേട്ടോ. പിന്നെ അടുത്തത് ജിപ്മർ ഓപ്പൺ സീറ്റ്സ് ഉണ്ട്. ജിപ്മറിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 സ്ഥലത്ത് പറ്റത്തില്ല. ഏതാന്നൊക്കെയെന്ന് അറിയണ്ടേ? ഇതാ നോക്കിയേ, പോണ്ടിച്ചേരിയിലും കരൈക്കാലും. കാരണം ഈ പോണ്ടിച്ചേരിയിലും കരൈക്കാലും അവരുടെ റെസിഡൻസിന് വേണ്ടിയാണ് ജിപ്മർ റിസർവേഷൻ കൊടുക്കുന്നത്. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതാണ് AMU ഓപ്പൺ സീറ്റ്. അലിഗ്രാം മുസ്ലിം യൂണിവേഴ്സിറ്റി സീറ്റിലും ഓപ്പൺ സീറ്റ്സ് ഉണ്ട്, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് ജാമിയ മിലിയ. ഈ ജാമിയ എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിലാണ്. അവിടെയും ഓപ്പൺ സീറ്റ്സ് ഉണ്ട്, അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഇൻറ്റേർണൽ ഓർ സ്റ്റേറ്റ് കോട്ടാസ്. ഓക്കെ, അതിൽ വരുന്നതാണ് ESI ഇൻഷ്യൂർഡ് പേഴ്സൺസ്. അതായത് ESI വാർഡ്സിനാണ് ഇവിടെ ESIക്കാർ കോട്ട റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ESI നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ESI ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോട്ട കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കാണുക, എല്ലാം വാച്ച് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത് നോക്കിയാലോ, DU ഇൻറ്റേർണൽ കോട്ട എന്താണ്? DU ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ടയാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ പറഞ്ഞില്ലേ, MAMC മൗലാന ആസാദ് വരുന്നുണ്ട്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ അടുത്തതാണ് IP സ്റ്റേറ്റ് കോട്ട. IP സ്റ്റേറ്റ് കോട്ടയാണ് ഏതൊക്കെ സീറ്റ് വരുന്നത്? VMMSC ABVIMS. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ DUവിലും IPയിലും ഏകദേശം 85%ഓളം സീറ്റുകൾ അവിടുത്തെ റെസിഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ബാക്കി വരുന്ന സീറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ 85ഓളം സീറ്റ്, അതായത് 85% സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കുക, അത് എന്തൊരു അവസരമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റി IP എന്ന് പറയുന്നത് +1 +2 ഡൽഹിയിലാണ് പഠിച്ചെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസർവേഷനാണ്.
അതൊരു നല്ല റിസർവേഷൻ, നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സീറ്റാണത്. അടുത്ത നമുക്ക് നോക്കാം ജാമ്യ ഇൻറ്റേർണൽ സീറ്റ്. ജാമ്യ ഇൻറ്റേർണൽ ഞാൻ പറഞ്ഞു, ജാമ്യയും ഡൽഹിയിലുള്ളത് തന്നെയാണ്. അവിടെയും ഈ ഇൻറ്റേർണൽ സീറ്റ്സ് ഉണ്ട്. പിന്നെ AMU ഇൻറ്റേർണൽ കോട്ട എന്ന് പറയുന്നത് AMU, അതായത് അവിടെ പാസ്ഡ് ഔട്ട് ആയ കുട്ടികൾക്കാണ്. അടുത്തതായി ജിപ്മർ സ്റ്റേറ്റ് കോട്ട. ജിപ്മർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ പോണ്ടിച്ചേരി, കരൈക്കാൽ അവിടെ എന്താണ്, അത് അവിടുത്തെ കുട്ടികൾക്ക്, അവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇനിയുള്ള വീഡിയോസിൽ വരുന്നുണ്ട്. പിന്നെ AFMC പൂനെ. AFMC പൂനെ മറക്കരുത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം വെച്ചാൽ AFMC പൂനെയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങില്ലേ, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പോലെ MCCയിൽ പോകണം. MCCയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമാണോ? അല്ല. അവിടുത്തെ നീറ്റ് മാർക്ക് മാത്രമാണോ അവർ നോക്കുന്നത്? അല്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ MCCയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് AFMC പൂനെ വേണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് AFMC പൂനെയിൽ പിന്നെ ഉള്ളത് പഠിക്കാനുള്ളത് പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ എന്താണ്, നീറ്റിൻ്റെ മാർക്ക് മാത്രമാണോ? അല്ല. ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല ഇൻ്റർവ്യൂവിന് മാർക്കുണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് പൂനെയിൽ പോകണം, അല്ലാതെ നമ്മൾ MCC വഴിയുള്ള ഓൺലൈൻ പോർട്ടൽ അങ്ങനെ ഒന്നും അല്ല. അത് എപ്പോഴും ശ്രദ്ധിച്ചോളണം കേട്ടോ. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ്, നോക്കിക്കേ, ESI. ഓരോന്ന് വെച്ച് നമുക്ക് നോക്കാം. ESI ഇൻഷുർഡ് പേഴ്സൺ കോട്ട. അതായത് നിങ്ങൾ ESI വാർഡ്സ് ആണ്, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ESIയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് തെളിയിക്കണ്ടേ. അതായത് ESI കോട്ടയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ESI ആണെന്ന് ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയുകയാണ് ഞാൻ ESI ആണ്, അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇല്ല. അപ്പോൾ എനിക്ക് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണ്ടേ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇവർ പറയുന്നത്. നോക്കിക്കേ, ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണിച്ചിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പാരൻസിൽ ഫോളോ ചെയ്യണം. അതായത് പറയുന്നുണ്ടല്ലേ, ആക്ട് ഓഫ് 30 സെപ്റ്റംബർ 2024 പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസിൽ ഇൻഷുർഡ് പേഴ്സൺ അണ്ടർ ഇതിൽ വരണം. അതായത് പാരൻറ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് മുൻപ് ഇത്ര കാലയളവിൽ നിങ്ങൾ വർക്ക് ചെയ്തു, നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും വർക്ക് ചെയ്തു എന്നുള്ളത് തെളിയിക്കുന്ന ഇത് വേണം, ഇൻഷുർഡ് പേഴ്സൺ. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അതായത് ESI വാർഡ്സിൻ്റെ കുട്ടികളായിരിക്കണം, നിങ്ങളുടെ പാരൻസ് അവിടെ വർക്ക് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, എന്നാൽ മാത്രം. പിന്നെ വേറൊരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികൾ 21 വയസ്സാണ് അവർ ലിമിറ്റ് പറയുന്നത്. അതായത് 21 വയസ്സിൽ താഴെയും പെൺകുട്ടികൾ കല്യാണം കഴിക്കാനും പാടില്ല. അപ്പോൾ ഈ ഇത്രയും ക്രൈറ്റീരിയ അവർ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ESIയുടെ റിസർവേഷൻ കിട്ടത്തുള്ളൂ. അടുത്ത നമുക്ക് നോക്കിയാലോ. അടുത്തതാണ് DU ഇൻറ്റേർണൽ കോട്ട, ഡൽഹി യൂണിവേഴ്സിറ്റി ഇൻറ്റേർണൽ കോട്ട. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 +2 എന്ത് ചെയ്യണം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കുക. അത് ഏത് സ്കൂളാണെന്ന് നോക്കിക്കേ, അണ്ടർ റെക്കഗ്നീഷൻ അണ്ടർ NCT ഡൽഹി സ്കൂൾസിലായിരിക്കണം പഠിച്ചിരിക്കുന്നത്. അണ്ടർ CBSE, ISE അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജാമ്യ മിലിയ ആയാലും കുഴപ്പമില്ല, ഇക്വലൻ ബോർഡ് ആയാലും കുഴപ്പമില്ല. പക്ഷേ നോക്കാനുള്ള എന്താണ്, NCT ഡൽഹി. പിന്നെ പത്താച്ചാർ ഓർ NIOS കാൻഡിഡേറ്റ്സും എലിജിബിൾ ആണ്. ഇപ്പോൾ അവരവിടെ പഠിച്ചു, അതേസമയം എക്സാം സെൻറ്ററും അവിടെ തന്നെ ആണെങ്കിൽ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഒരു കേസൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്നതാണ്, കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താലും മതി, ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബേഴ്സ് മെയിൽ ചെയ്താലും മതി. മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്, ന്യൂ അപ്ഡേറ്റ്സ്. പിന്നെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അടുത്ത നമ്മൾ നോക്കുന്നതാണ് IP സ്റ്റേറ്റ് കോട്ട. ഈ IP യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? VMMC ഉണ്ട്, ABVIMS ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരും പറയുന്നത് എന്താണ്, 11th 12th NCT സ്കൂളിൽ, NCTയുടെ റെക്കഗ്നേഷനുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കാണ് ഈ IP സ്റ്റേറ്റ് കോട്ട റിസർവേഷൻ ഉള്ളത് കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ജാമ്യ ഇൻറ്റേർണൽ സീറ്റ്സ് കോട്ടയെ പറ്റി. ജാമ്യയും പറയുന്നത് എന്താണ്, കാൻഡിഡേറ്റ്സ് +1 +2 ക്വാളിഫയിങ് എക്സാമിനേഷൻ അവിടെ പഠിച്ച കുട്ടികളായിരിക്കണം ജാമ്യ സ്കൂളിൽ. പിന്നെ അത് മാത്രമല്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ റിസൈഡ് ചെയ്തിരിക്കുന്ന കുട്ടികളായിരിക്കണം. അതായത് നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ അവിടെ ചെയ്തു, അവിടെ തന്നെ നിന്ന് പഠിച്ച കുട്ടികളായിരിക്കണം. അതേസമയം അവിടെ അല്ല, പ്രൈവറ്റ് പുറത്തെവിടെയെങ്കിലുമൊക്കെ നിന്ന് ബോർഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അല്ല.
അടുത്ത നമ്മൾ നോക്കുന്നതാണ് AMU ഇൻറ്റേർണൽ കോട്ട സീറ്റ്. AMU എന്ന് പറയുമ്പോൾ എന്താണ്? അലിഗ്രാം മുസ്ലിം യൂണിവേഴ്സിറ്റി സീറ്റ് കോട്ടയാണേ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ AMU സ്കൂളുകൾ, AMUവിൽ അവിടെ നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നോക്കിക്കേ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് തന്നെ 3 കൊല്ലം അക്കാഡമിക് കോഴ്സ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, MCCയുടെ ഒരു കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങളിപ്പോൾ കൊടുത്തു, AMEന്ന് ഒരു കുട്ടി കൊടുത്തു, പക്ഷേ MCCക്ക് അറിയേണ്ടത് കറക്റ്റാണ് ഈ AMUവിൽ ആ കുട്ടി പഠിച്ചിട്ടുണ്ട് എന്ന് MCC കൺഫേം ചെയ്തിട്ടേ ആ സീറ്റ് കൊടുക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ AMU എന്ന് പറഞ്ഞ് കൊടുത്താൽ MCC അത് നോക്കിയിട്ട് എന്താണ്, ഈ കുട്ടിക്ക് AMUവിന് കൊടുക്കാം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് MCC ചെക്ക് ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം എത്ര കുട്ടികളാണോ AMUവിന് കൊടുത്തത് ആ കുട്ടികളുടെ ലിസ്റ്റ് എല്ലാം നമ്മുടെ MCC എടുക്കും. MCC എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, AMUക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ AMU നോക്കും, ഇത്രയും കുട്ടികൾ എൻ്റെ ഇവിടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ട് MCCക്ക് കൊടുക്കും. അപ്പോഴാണ് AMU കോട്ടയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് നോക്കിയാലോ. അടുത്തത് ജിപ്മർ സ്റ്റേറ്റ് കോട്ടയാണേ. പിന്നെ ഇവിടെ പറയുന്നത് വെച്ചാൽ കാൻഡിഡേറ്റ്സ്, പാരൻസ്, നിങ്ങളുടെ അല്ലെങ്കിൽ ഗാർഡിയൻ, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കേ, പോണ്ടിച്ചേരിയിൽ 5 കൊല്ലമെങ്കിലും താമസിച്ചുണ്ടായാൽ, അതായത് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ മുൻപ് ആയിട്ട് നോക്കുമ്പോൾ 5 കൊല്ലം നിങ്ങൾ പോണ്ടിച്ചേരിയിൽ താമസിച്ചുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോണ്ടിച്ചേരിയുടെ സ്റ്റേറ്റ് കോട്ട കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത് അവർ പറയുന്നത് നോക്കിക്കോളൂ, അതായത് പോണ്ടിച്ചേരിയിൽ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ +1 +2 നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പോണ്ടിച്ചേരിയിലാണ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ആ പഠിച്ച കാലയളവിൽ 5 കൊല്ലം നിങ്ങൾ പോണ്ടിച്ചേരിയിൽ ആണ് വളർന്നതെങ്കിലും നിങ്ങളെ പോണ്ടിച്ചേരി സ്റ്റേറ്റ് കോട്ട, അതായത് ജിപ്മർ സ്റ്റേറ്റ് കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ചിൽഡ്രൻ ഓഫ് സെൻട്രൽ, അതായത് സെൻട്രൽ, സ്റ്റേറ്റ് ഓഫ് ഗവൺമെൻറ്, ഡിഫൻസ്, പിന്നെ പാർലമെൻ്ററി, PSU സ്റ്റാഫിൻ്റെ കുട്ടികളാണ് നിങ്ങൾ. അവരെവിടെയാണ്? പോണ്ടിച്ചേരിയിൽ പോസ്റ്റ് ചെയ്തു ജോലിക്ക് 3 കൊല്ലമെങ്കിലും. പിന്നെ നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ +1 +2 പോണ്ടിച്ചേരിയിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങളെ ജിപ്മർ സ്റ്റേറ്റ് കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ചിൽഡ്രൻ ഓഫ് ഡിഫൻസ്, പേഴ്സൺ കിൽ, അതായത് ആർമി മിലിറ്ററിയിലായിരുന്നു, പക്ഷേ പാരൻസ് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിപ്പോയി, എന്തെങ്കിലും വാറിലോ എന്തെങ്കിലും പരിക്കുകളേറ്റ് ഡിസേബിൾഡ് ആയല്ലോ. അത് നമ്മൾ ഡിസേബിൾ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കൈ നഷ്ടപ്പെടുക, കാല് നഷ്ടപ്പെടുക, അങ്ങനെ നമുക്ക് അംഗവൈകല്യം എന്തെങ്കിലും സംഭവിച്ചു പോയി, ഡിസേബിൾഡ് ആയിപ്പോയി, അങ്ങനെ ഉണ്ടെങ്കിലും അതേസമയം അവർ ജോയിൻ ചെയ്യുന്നതിൻ്റെ സമയത്ത്, അതായത് എവിടെയാണ് ആംഡ് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹോം ടൗൺ, അവരുടെ വീടെന്ന് പറഞ്ഞ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജിപ്മർ സ്റ്റേറ്റ് കോട്ടയിൽ അങ്ങനെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തും. മാതാപിതാക്കൾ അങ്ങനെ ഡിസേബിൾഡ് ആയിപ്പോയി അല്ലെങ്കിൽ കിൽഡ് ഇൻ ആക്ഷൻ ആയിപ്പോയി, അങ്ങനെയുള്ളവരുടെ കുട്ടികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളെ ജിപ്മർ സ്റ്റേറ്റ് കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ എനിക്കിവിടെ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം ജിപ്മറിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി, ഈ പറഞ്ഞ എല്ലാ എലിജിബിലിറ്റിയും ഉണ്ട്. എന്നിട്ടും ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാമോ, അവർ തമിഴ്നാട്ടിലും പോയി അപ്ലൈ ചെയ്യും. അപ്പോൾ 2 സ്റ്റേറ്റ്സ് തമ്മിൽ അപ്ലൈ ചെയ്യുമ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം കഴിഞ്ഞ വർഷം കുറേ പ്രശ്നമുണ്ടായി. അതിനെയാണ് അണ്ടർ ദ ക്ലോസ് ഡുവൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ക്ലോസിൻ്റെ കീഴിൽ വന്നിട്ട്, അപ്പോൾ 2 സ്റ്റേറ്റിൽ അപ്ലോഡ് ചെയ്ത 2 സ്റ്റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ എല്ലാം നോക്കുമ്പോൾ എല്ലാം ഫുള്ളായിട്ട് എലിജിബിൾ ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തമിഴ്നാടും ഒരുമിച്ച് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് AFMC പൂനെ. അപ്പോൾ ഞാൻ നേരത്തെ AFMC പൂനെ ഓൾറെഡി ഞാൻ പറഞ്ഞു. AFMC പൂനെയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി പോയി MCCയിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ AFMC പൂനെന്ന് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്താണ്, നമ്മുടെ നീറ്റിൽ കിട്ടിയ മാർക്ക് മാത്രമല്ല, അവരൊരു ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യും, അതിന് 80 മാർക്കുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിന് 50 മാർക്കുണ്ട്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പോയിട്ട് അവർ നോക്കിയിട്ട് മാർക്കിടും, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസണിനാണ് AFMC പൂനെയിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളൂ. അതേസമയം ഫോറിൻ നേഷൻസ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യയിലാണ് നിങ്ങളുടെ
ഒറിജിൻ ഉള്ളത്. അതേസമയം നിങ്ങൾ ഫോറിൻ നേഷണൽസ് ആണെങ്കിലും നിങ്ങൾക്കും AFMC പൂനെയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് നോക്കിക്കേ. ക്യാൻ ജോയിൻ, AFMCയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നോക്കൂ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ എലിജിബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. അതാണ് ഇമ്പോർട്ടൻറ്റ്, അണ്ടർ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ കീഴിൽ. പിന്നെ നോക്കൂ, അൺമാരീഡ് ആയിരിക്കണം കേട്ടോ. ഈ AFMC പൂനെയിൽ പങ്കെടുക്കണം എന്നുണ്ട്, AFMC പൂനെയുടെ സീറ്റ് വേണം. ആ കാലയളവ് മൊത്തം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയവും AFMC പൂനെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല, അൺമാരീഡ് ആയിരിക്കണം. അതൊരു നിബന്ധനയാണ്. പിന്നെ അത് മാത്രമല്ല, ജോയിൻ ചെയ്യുമ്പോൾ അവർക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. 17-നും 24-നും ഇടയിലുള്ള ഒരു ഏജ് ആയിരിക്കണം. അതായത് 30-31 അവർ കയറ്റത്തില്ല. അപ്പം ഈ ഒരു ഏജ് ലിമിറ്റ് ആരും മറന്നു പോകരുത് കേട്ടോ. അടുത്ത നമുക്ക് റിസർവേഷനെ പറ്റി നോക്കിയാലോ. ഓക്കെ, റിസർവേഷനെ പറ്റി നോക്കുമ്പോഴാണ് 15% ഓൾ ഇന്ത്യ കോട്ട, പിന്നെ നോക്കി എയിംസ്, ESI, BHU, ഡൽഹി യൂണിവേഴ്സിറ്റി, ജിപ്മർ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അണ്ടർ IP, ഇതിലൊക്കെ നമുക്ക് പറ്റും സീറ്റ് നേടിയെടുക്കാം. അപ്പോൾ അതേസമയം ഇവിടെ ഒരാൾ മിസ്സാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, AMU അലിഗ്രാം മുസ്ലിം യൂണിവേഴ്സിറ്റിയെ പറ്റി ഇതിൽ പറയുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി കാറ്റഗറി വൈസ് റിസർവേഷനെ പറ്റി നോക്കാം കേട്ടോ. അതും അതിൻ്റെ എത്ര % റിസർവേഷൻ ആണെന്ന് നോക്കാം. അതേസമയം UR ജനറൽ ആണെങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ. കാറ്റഗറി റിസർവേഷൻ വന്നിട്ട് 40.5% ആണ് കേട്ടോ. അതേസമയം OBC NCL എന്ന് വെച്ചാൽ നമ്മുടെ നോൺ ക്രിമിനൽ, ഈ OBC ആണെന്ന് നിങ്ങൾ തെളിയിക്കുമ്പോഴും എന്ത് ചെയ്യുക, NCL വേണം. അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ OBCയുടെ തരത്തുള്ളൂ. അത് നിങ്ങൾ വിട്ടുപോകരുത്. OBC ആണെങ്കിൽ 27% ആണ് റിസർവേഷൻ ഉള്ളത്. അടുത്തത് EWS എന്ന് വെച്ചാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ട്, 10% റിസർവേഷൻ ഉണ്ട്. ഈ റിസർവേഷൻ എല്ലാം തന്നെ സെൻട്രൽ റിസർവേഷനാണ് കേട്ടോ. അതായത് ഇപ്പോൾ കേരളയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കിപ്പം ഈഴവ, BH അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതേ OBC B അല്ലാത്ത സ്ഥലത്ത് OBC B അങ്ങനെയൊക്കെ ഉണ്ട് റിസർവേഷൻ. അപ്പോൾ അതൊന്നും അല്ല അവർ നോക്കുന്നത്. ഓൾ ഇന്ത്യയിൽ എന്ന് പറയുന്ന സെൻട്രൽ റിസർവേഷനാണ് നോക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ചെയ്യിക്കരുത്. ലൈക്ക് ഓൾ ഇന്ത്യയുടെ റിസർവേഷനും നമ്മുടെ സ്റ്റേറ്റിൻ്റെ റിസർവേഷനും തമ്മിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് SC ആണെങ്കിൽ എത്ര % റിസർവേഷൻ ഉണ്ടെന്ന് നോക്കണ്ടേ. 15% റിസർവേഷൻ ഉണ്ട്. അതേസമയം ST ആണെങ്കിൽ 7.5% റിസർവേഷൻ ഉണ്ട്. പിന്നെ PWDക്ക് 5% ഹൊറിസോണ്ടൽ റിസർവേഷനും ഉണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് റിസർവേഷൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എയിംസ് അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫോറിൻ നേഷണൽസും എലിജിബിൾ ആണ്. അപ്പോൾ അതെന്താണ്, OCA ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം AOQൻ്റെയും ഓപ്പൺ സീറ്റ് കോട്ടയിലും, അതായത് 100% എയിംസിൽ MBBS BDS സീറ്റുണ്ട്. പക്ഷേ 7 സീറ്റ് 7 OCA ആണെന്ന് പറഞ്ഞില്ലേ, ആ OCA ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ പറയുന്നത് OCR എലിജിബിൾ, OCAക്കാരും ഫോറിൻ സീറ്റ്സ് അതായത് എയിംസിലുള്ള ഫോറിൻ സീറ്റ്സും എലിജിബിൾ ആണ്. പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് OCAക്കാർക്ക്. 4/3/2021 മുൻപാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഉള്ള അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സൈനോഡിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്വയറീസും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേസമയം നിങ്ങൾക്ക് മെയിലാണ് അയക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ അയക്കാം. അപ്പോൾ നമ്മളത് എന്താണോ നിങ്ങളുടെ സംശയം അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് അയച്ചു തരുന്നതാണ്. പിന്നെ CWനെ പറ്റി നമുക്ക് നോക്കിയാലോ. CW എന്ന് വെച്ചാൽ ചിൽഡ്രൻ ഓഫ് വിഡോ ഇൻ ഡിഫൻസ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പാരൻസ്, അച്ഛൻ ഡിഫൻസിലായിരുന്നു, മരണപ്പെട്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ചിൽഡ്രൻ. അപ്പോൾ നിങ്ങളുടെ അമ്മയല്ലേ ഉള്ളൂ, അപ്പോൾ അമ്മ വിഡോ. വിഡോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചിൽഡ്രൻ ഓഫ് വിഡോ. അപ്പം വിഡോ അവരുടെ കുട്ടികൾക്ക് 5% ഹൊറിസോണ്ടൽ റിസർവേഷനാണ് കൊടുക്കുന്നത്. എവിടെയെന്ന് മനസ്സിലാക്കണ്ടേ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേറ്റ് കോട്ട സീറ്റ്സും ഉണ്ട്, നമ്മുടെ IP യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിൽ എലിജിബിളായിട്ട് വരും. 5% ഹൊറിസോണ്ടൽ റിസർവേഷനാണ് ഉള്ളത് കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ റിസർവേഷൻ ഒന്നുമില്ല. അത് ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ഉള്ളതാണ്. ഒത്തിരി പേര് എന്നോട് നേരത്തെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർവേഷൻ ഉണ്ടോ,
ഇപ്പോൾ ഈഴവ അങ്ങനെ ഇങ്ങനെ റിസർവേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇല്ല, സെൻട്രൽ റിസർവേഷനാണ് കേട്ടോ. അങ്ങനെ ലൈക്ക് OBC, SC, ST, ഇങ്ങനെ PWD അങ്ങനെയൊക്കെ മാനേജ്മെൻറ്റ് പെയ്ഡ് സീറ്റിനുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾ നീറ്റിന് എലിജിബിൾ ആണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾ അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതേസമയം ഈ ജാമിയ ജെയിൻ ഇവിടെ ജെയിൻ ഓർ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയാം, അതായത് ജെയിൻ മൈനോറിറ്റി ഓർ മുസ്ലിം മൈനോറിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് ഉണ്ട്, അതായത് മുസ്ലിംകാർക്ക് മാത്രം മൈനോറിറ്റി സീറ്റ്സ് ഉള്ള പെയ്ഡ് യൂണിവേഴ്സിറ്റീസ്, പെയ്ഡ് മാനേജ്മെൻറ്റ് കോളേജസും ഉണ്ട് കേട്ടോ. അതേസമയം ജാമിയയ്ക്കാണെങ്കിൽ എങ്ങനെയാണ്, ഹാസ് ഇറ്റ്സ് ഓൺ റിസർവേഷൻ, അവരുടെ സ്വന്തം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാമിയ സ്കൂളിൽ പഠിച്ചവരായിരിക്കണം. അപ്പോൾ ജാമിയയ്ക്ക് ജാമിയയുടെ ആയിട്ടുള്ള റിസർവേഷൻ പോളിസീസും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഫാക്കൽറ്റി ഓഫ് ഡെൻറ്റിസ്ട്രി ജാമിയ മിലിയ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ? ജാമിയ മിലിയയിൽ ടോട്ടലി 50 സീറ്റാണ് ഉള്ളത് കേട്ടോ. ഒന്ന് നോക്കിയാൽ 50 സീറ്റുണ്ടേ. അതിൽ PWDക്ക് 2 സീറ്റ് പോകുന്നുണ്ട്, ജനറലിന് നോക്ക് 20 സീറ്റോളം ഉണ്ട്. പിന്നെ മുസ്ലിമിന് 15 സീറ്റ്, മുസ്ലിം വുമണിന് തന്നെ നോക്കിക്കേ 5 സീറ്റുണ്ട്. പിന്നെ മുസ്ലിം OBCക്ക് 4 സീറ്റ്, മുസ്ലിം ST ആണെങ്കിൽ 1 സീറ്റ്, ജാമിയ ഇൻറ്റേർണൽ 3 സീറ്റ്. ഒന്ന് നോക്കിക്കേ ജാമിയയുടെ എന്ത് അവസരമാണ് അവർ കൊടുക്കുന്നത് നോക്കുക. എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ട് എല്ലാ ഇത് കാറ്റഗറിക്കും അവർ റിസർവേഷൻ കൊടുത്തിരിക്കുക. നോക്കിയേ മുസ്ലിം വുമൺ ആണെങ്കിൽ തന്നെ കൊടുത്തിരിക്കുക 5 സീറ്റ്. അടുത്ത നമുക്ക് നോക്കാം PWD റിസർവേഷനെ പറ്റി നോക്കാം കേട്ടോ. PWD റിസർവേഷൻ എന്ന് പറയുമ്പോൾ 5% ആണ് റിസർവേഷൻ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് 16 സെൻറ്റേഴ്സ് ഉണ്ട് PWDയുടെ റിസർവേഷൻ. നമ്മൾ പോയി നോക്കണം, അതായത് 16 സെൻറ്ററിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോവുക. നിങ്ങൾക്ക് ഏതാണോ നോക്കിയിട്ട് സൗകര്യം വെച്ച് നോക്കിയിട്ട് ഒരു സെൻറ്ററിൽ പോവുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ PWDയുടെ റിസർവേഷൻ കിട്ടണമെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നമ്മൾ പോകണം. ഡയറക്റ്റായിട്ട് പോയിട്ട് അവർ നോക്കും നിങ്ങളുടെ ലൈക്ക് എങ്ങനെയാണ്, ഇത്ര റിസർവേഷൻ തരാനുള്ള യോഗ്യതയുണ്ടോ, എത്ര പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി ആണ്, മെയിൻലി 40% ഡിസബിലിറ്റി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് നോക്കും. അപ്പോൾ 16 സെൻറ്ററിൽ ഒരു സെൻറ്ററിൽ നിങ്ങൾ പോവാം. പിന്നെ ഈ സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ചില സെൻറ്ററിൽ ഇപ്പം നമുക്ക് ചെവിക്ക് അംഗവൈകല്യമുള്ളവരായിരിക്കും, അപ്പോൾ അങ്ങനെ ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലായില്ല, ഒരു സെൻറ്ററിൽ എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ അവയവങ്ങളുടെ അവർ നോക്കും. അപ്പോൾ എല്ലാ സെൻസ് ഓർഗൻസിൻ്റെ ഒക്കെ അവർ നോക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇയറിൻ്റെ ആൾ കാണത്തില്ല, ചെവിയുടെ ആൾ കാണില്ല, ചില സമയത്ത് കണ്ണിൻ്റെ ആൾ കാണത്തില്ല, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരത്തെ അന്വേഷിച്ച് നോക്കിയിട്ട് വേണം പോകാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം കേട്ടോ. നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ എപ്പോഴും നോക്കിക്കോളാം, സൈറ്റിൽ നോക്കിക്കോളാം. പിന്നെ അത് MCC പോർട്ടൽ വഴിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ വഴി MCC വഴിയാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇവിടെ കുറച്ചു നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കുറച്ച് ഇത് സർട്ടിഫിക്കറ്റ്സ് കാണിച്ചിട്ടുണ്ട് PWD. ഇത് ജസ്റ്റ് എഴുതി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കുക, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡയറക്റ്റായിട്ട് പോവുക, അവർ ഡിസേബിലിറ്റി എത്രയാണെന്ന് നോക്കും, എന്നിട്ട് കൺഫേം ചെയ്തിട്ട് അത് നമുക്ക് ഓൺലൈനായിട്ട് അവരതെല്ലാം റെഡിയാക്കി തരും കേട്ടോ. ഇപ്പം അതാണ് ഇത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സെൻറ്റേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ 16 ഉണ്ട്. അപ്പം നിങ്ങളുടെ ലൊക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് പോകാൻ എളുപ്പം എന്നുള്ളത് നോക്കിയാൽ എന്നിട്ട് അതനുസരിച്ചിട്ട് പോയാൽ മതി. അലോട്ട്മെൻറ്റ് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടോ? വളരെയധികം സ്ട്രെസ്ഫുള്ളാണ് നിങ്ങൾ, ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ പോയിരിക്കും. എൻ്റെ ഈ റാങ്കിന് സീറ്റ് കിട്ടുമോ, അതോ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടോ, അതോ ഞാനിപ്പോൾ പ്രൈവറ്റ് എടുക്കാൻ പോവുകയാണ്, പക്ഷേ എനിക്ക് അറിയത്തില്ല ഏത് യൂണിവേഴ്സിറ്റീസാണ് ആദ്യം കൊടുക്കേണ്ടത്, ഒക്കെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ചെയ്യൂ, നേരെ നമ്മുടെ സൈനോട്ട് പോർട്ടലിൽ കയറൂ. അവിടെ എല്ലാ ഡീറ്റെയിൽസ്, ക്ലോസിംഗ് റാങ്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ്, ന്യൂ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോൾ നമ്പർ തന്നിട്ടുണ്ടല്ലോ, അതിൽ വിളിക്കുക. പിന്നെ അതേസമയം വാട്സപ്പ്, ടെലഗ്രാം ഒക്കെ നമുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിലെല്ലാം ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങളോട് സംസാരിച്ച് ഞാൻ ഡോക്ടർ അമൃത. എല്ലാവർക്കും നന്ദി.